കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമീപകാലത്തുണ്ടായ ഭരണമാറ്റങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ ബി.ജെ.പി ലയിച്ചതും കുമരകത്ത് കോൺഗ്രസ് ബി.ജെ.പി സഖ്യം ഭരണത്തിലേറിയതും ഇടതുമുന്നണി വലിയ പ്രചാരണ ആയുധമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രപരമായ തകർച്ചയും ബി.ജെ.പി വിധേയത്വത്തെ പരിഹസിച്ച് രംഗത്തെത്തിയത്. ബി.ജെ.പി അധികാരത്തിലെത്താൻ ബി.ജെ.പി തന്നെ ജയിക്കണമെന്നില്ല, അതിന് കോൺഗ്രസ് ജയിച്ചാലും മതി എന്ന സ്വരാജിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. M. സ്വരാജ് തന്റെ വിമർശനം തുടങ്ങുന്നത് കോൺഗ്രസിന്റെ ചരിത്രപരമായ നിലപാടുകളെ വിശകലനം ചെയ്തുകൊണ്ടാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും അതിനുശേഷം കോൺഗ്രസിനുള്ളിൽ നിലനിന്നിരുന്ന ഹിന്ദുത്വ ചായ്വുകളെ അദ്ദേഹം വിരൽ ചൂണ്ടുന്നുണ്ട്. പണ്ട് ഹിന്ദു മഹാസഭയിലും കോൺഗ്രസിലും ഒരേ സമയം അംഗത്വമെടുത്ത് പ്രാവർത്തികമാക്കിയിരുന്ന കാലത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. RSSലും കോൺഗ്രസിലും ഒരേ സമയം പ്രവർത്തിക്കാൻ തടസ്സമില്ലെന്ന തീരുമാനം ഒരിക്കൽ കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നു. ഇത്തരമൊരു പ്രത്യയശാസ്ത്രപരമായ അവ്യക്തതയും മൃദു ഹിന്ദുത്വ നിലപാടും കോൺഗ്രസിന്റെ അടിത്തറയിൽ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ബി.ജെ.പിയിലേക്ക് ലയിക്കാൻ യാതൊരു മടിയും ഇല്ലാത്തതെന്നും സ്വരാജ് വാദിക്കുന്നു. ലയിക്കാൻ എളുപ്പമുള്ള ഒരു ഘടനയാണ് ഈ രണ്ട് പാർട്ടിക്കുള്ളതെന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം. തൃശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ കണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പി നടപ്പിലാക്കാറുള്ള അട്ടിമറികളുടെ കേരള പതിപ്പാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം LDFന് 10 അംഗങ്ങളും കോൺഗ്രസിന് 8 അംഗങ്ങളും ബി.ജെ.പിക്ക് 4 അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് തിരഞ്ഞെടുത്ത വഴി ബി.ജെ.പിയുമായി ലയിക്കുക എന്നതായിരുന്നു. 8 കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയുടെ ഔദ്യോഗിക പദവികൾ രാജിവെച്ച് ബി.ജെ.പി ലയിച്ച വാർത്ത കേരളത്തെ ഞെട്ടിച്ചു. ഇതിനെ അരുണാചൽ പ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തോടാണ് സ്വരാജ് താരതമ്യം ചെയ്യുന്നത്. അരുണാചൽ മുഖ്യമന്ത്രി പേമ ഖഡു മുഴുവൻ കോൺഗ്രസ് MLA-മാരെയും കൂട്ടി ബി.ജെ.പിയിൽ ചേർന്നതുപോലെ താഴെത്തട്ടിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും ബി.ജെ.പി പാളയത്തിലേക്ക് ഒഴുകുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മറ്റത്തൂരിൽ ലയനമായിരുന്നെങ്കിൽ കോട്ടയം കുമരകത്ത് അത് പരസ്യമായ സഖ്യമായിരുന്നു. ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഏക ലക്ഷ്യത്തിനു വേണ്ടി കോൺഗ്രസ് ബി.ജെ.പിയുമായി ചേർന്ന് ഭരണം പിടിച്ചു. കൈപ്പത്തിൽ താമരയേന്തി എന്നാണ് ഇതിനെ സ്വരാജ് വിശേഷിപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ ബി.ജെ.പിയെ താഴെ ഇറക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് കേരളത്തിൽ ബി.ജെ.പിയുടെ പിന്തുണയോടെ ഭരിക്കുന്നത് രാഷ്ട്രീയമായ ഇരട്ടത്താപ്പാണെന്നും ഇടതുപക്ഷം ആരോപിക്കുന്നുണ്ട്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ദിഗ്വിജയ് സിംഗ് മോദിയെ പ്രശംസിച്ചതും RSSനെ കണ്ട് പഠിക്കണമെന്ന് ഉപദേശിച്ചതും സ്വരാജ് തന്റെ പോസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. നെഹ്റുവിനെ പോലുള്ള മതേതര നേതാക്കളുടെ പാരമ്പര്യമുള്ള പാർട്ടിയിൽ ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പേരെടുത്ത് പറയാതെയാണ് സ്വരാജ് ആഞ്ഞടിക്കുന്നത്. K. സുധാകരൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന് മുൻപ് അവകാശപ്പെട്ട വ്യക്തി VD സതീശൻ ഗോൾവാർക്കർ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവിനെയും സ്വരാജ് ലക്ഷ്യം വെക്കുന്നു. രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി.ജെ.പിക്ക് ദാനം ചെയ്ത അഖിലേന്ത്യാ സെക്രട്ടറിയെക്കുറിച്ചും പരാമർശമുണ്ട്. ഇത്തരം നേതാക്കൾ നയിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് മതേതരത്വം പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തരമാണെന്നും അവർ അനായാസേന ബി.ജെ.പിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നു. M. സ്വരാജിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ഇടതുമുന്നണി നടത്തുന്ന പ്രചാരണത്തിന്റെ പ്രധാന കണ്ണി കോൺഗ്രസിന് നൽകുന്ന വോട്ട് ബി.ജെ.പിയിലേക്കുള്ള പാസ് ആണെന്നതാകും. മറ്റത്തൂർ മുതൽ കുമരകം വരെയുള്ള സംഭവങ്ങൾ ഇതിന് തെളിവായി അവർ നിരത്തുന്നു. ബി.ജെ.പി പ്രതിരോധിക്കാൻ കോൺഗ്രസിനേക്കാൾ വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയാണെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. കോൺഗ്രസ് ഇതിനെ പ്രാദേശികമായ ചില നീക്കങ്ങൾ മാത്രമായി കണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രത്യയശാസ്ത്രപരമായി മറുപടി നൽകാൻ അവർക്ക് കഴിയുന്നില്ലെന്നതാണ് വസ്തുത. ബി.ജെ.പി അധികാരത്തിലെത്താൻ ബി.ജെ.പി തന്നെ ജയിക്കണമെന്നില്ല എന്ന സ്വരാജിന്റെ പരിഹാസം വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയ വേദികളിൽ മുഴങ്ങിക്കേൾക്കും.